എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഞ്ചേശ്വരം, എപ്പോഴും മഞ്ചേശ്വരം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരവിടെ പോയി പിന്നെ ശരിയായില്ലോ എന്ന്. അതായത് പോവാത്തവർക്കും ഇനി പോവാൻ വേണ്ടിയിട്ടും താല്പര്യപ്പെടുന്നവർക്കൊക്കെ വേണ്ടി കാണിക്കുന്നതാണത്. അതായത് മഞ്ചേശ്വരം നമ്മുടെ നമ്മുടെ GSP കാരുടെ അമ്പലം അനന്തേശ്വർ ടെമ്പിൾ. അപ്പോൾ അവിടെ ബ്രാഹ്മണ ഭോജനം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഉണ്ട് അത്. അതായത് ഏകാദശിയുടെ അന്ന് മാത്രമാണ് അത് ഇല്ലാത്തതുള്ളത്, ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ അവിടെ ചെയ്യുന്ന ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണ് ഇന്ന് ചെയ്യാൻ പോണത്. ഞങ്ങളുടെ ഭാഷയിൽ ഇവിടെ പറയും GSP പറയാൻ കൂളയ അമ്പട്ട് എന്ന് പറയും. അതാണ് ഇന്ന് ചെയ്യാൻ പോണത്. അവിടെ പറയാ സസം. ഇതൊന്നല്ല അവിടെ പറയണേ. വിളമ്പുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താന്ന് കുവാളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടാമത് കൊണ്ടുവരിക കറി. അവർ പറയണ ഭാഷ ഇതാണ്, അല്ലാണ്ട് വേറെ ഇതിന് അമ്പട്ടെന്നോ ഒന്നും പറയില്ല. ഞങ്ങൾ ഇതെന്ത് സാധനം കുവാളെ. അത് അവരുടെ ഒരു സ്പീഡിൽ അവർ പറഞ്ഞു പോവാ. എന്താ വെച്ചാൽ ഇവിടുത്തെ GSP ഭാഷയും അവിടുത്തെ GSP ഭാഷയും അല്ല. വിനോദേട്ടൻ ഈ സവാള എന്ന് പറയണേന് സബോള എന്ന് പറയണ പോലെ തന്നെ അവര് അവിടെ അതെ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇത് രണ്ടാമത് ഇതിലായിട്ട് പറയുന്നില്ല, ഷോർട്ടായിട്ട് പറയുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരാള് നിർത്തുമ്പോഴേക്കും മറ്റാള് തുടങ്ങും. രണ്ടുപേരായിട്ടാണല്ലോ, രണ്ടു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. സമാരാധനയ്ക്ക് തമ്മിൽ നോക്കി ഇങ്ങനെ ചമ്രം പടിയിരിക്കും. അപ്പൊ പോയവർക്കൊക്കെ കണ്ടുണ്ടാവും. പക്ഷെ അവിടെ രണ്ട് കറി ഉണ്ടാവും ഈ ബ്രാഹ്മണ ഭോജനത്തിന്. ഒന്ന് ഇതേപോലെ വെള്ളക്കറി ഉണ്ടാവും, ഒന്നൊരു നാളെ തേങ്ങക്കറി മറ്റേ വറുത്തരച്ച പോലത്തെ ഒരു കറി ഉണ്ടാവും. ആ രണ്ട് കറിയും എന്തായാലും അവിടെ നിർബന്ധമാണ്. പിന്നെ ഉമ്മാണ് ഒരു ഉമ്മാണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉമ്മാണ് എന്ന് പറയും, അച്ചാറെന്ന് പറയും. അച്ചാറ് നമ്മളെ ഇതിൽ പറയുന്നത് ഞങ്ങളുടെ GSPയിൽ ഉമ്മാണെന്ന് പറയും. പക്ഷെ അവിടെ അങ്ങനെയല്ല പറയാം, തീക്ക് അങ്ങനെ പറയുക. മനസ്സിലായ? അപ്പൊ അങ്ങനെ പോയ അവരുടെ ഇത് ഇപ്പൊ ആർക്കും പോവാട്ടോ, മറ്റുള്ള ഹിന്ദുക്കൾക്കും അങ്ങനെ. അതെ, പക്ഷെ അത് ഇത്തിരി സമയം പിടിക്കുന്നു മാത്രം. മുകളില് ഹിന്ദുക്കൾക്ക് സെപ്പറേറ്റ് അവര് വിളമ്പുണ്ട്. എല്ലാ ആൾക്കാർക്കും വിളമ്പുന്നുണ്ട്. അതെ, ഞങ്ങളുടെ GSPക്കാരെ കഴിഞ്ഞിട്ട് വേണം എന്ന് മാത്രം. വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ മുകളിൽ വിളമ്പാൻ തുടങ്ങും. അപ്പൊ ഹിന്ദുക്കൾക്കും അവിടെ ഉള്ളിൽ മുകളിൽ അവര് വിളമ്പുണ്ട് ഇപ്പോ. അപ്പൊ അങ്ങനെ അപ്പൊ ആ ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മള് കുവളയ അമ്പട്ട് ആദ്യം ചെയ്യാം. കുവാളൻ, ചെറിയൊരു കുവാളൻ, നല്ല പൊടി ഉണ്ടായിരുന്നു, അതൊക്കെ തുടച്ചു മാറ്റി. പൗഡറൊക്കെ പോയി, കുറെ പൗഡർ ഉണ്ടായി, അതൊക്കെ തുടച്ചു മാറ്റി. എനിക്ക് ചെറിയൊരു എന്താ പറയാ നീർവീഴ്ച ഉണ്ടിട്ട് അതാണ് ഈ സംസാരിക്കുമ്പോൾ ചെറിയൊരു മൗനം പോലെ ഇങ്ങനെ ഇരിക്കണത്. ദാ നമ്മുടെ നാളികേരം, പച്ചമുളക്, അരി, ഒരു 2-3 കുരു പുളി, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ കറിവേപ്പില, ജീരകം, കടുക്, അതൊക്കെ താളിക്കാനുള്ളതൊക്കെ ഇതിലുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം കുമ്പളങ്ങേനെ അരിഞ്ഞിട്ട് വേവിക്കണം. വേഗം കഴിയുന്ന പണിയാണ് ഇത്. വയറിനൊക്കെ വളരെ ഇതാന്ന് പറഞ്ഞാൽ അവിടുത്തെ ദൈവത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വിഭവം എന്ന് പറഞ്ഞത് അല്ലെ. ഷഷ്ടിയുടെ സമയത്ത് മിക്ക ദിവസവും ആവുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം. അതായത് ഞങ്ങളുടെ ഇവിടെ GSPക്കാര് മിക്ക ഫംഗ്ഷനും വൽവൽ എന്ന് പറയും. അതേപോലെ അവര് ഇത് കൂളയാമ്പട്ട് കുവാള അതന്നെ കുവാളയെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടാക്കി തരണ. കുവാളയെന്ന് പറഞ്ഞാൽ നമ്മുടെ കുമ്പളങ്ങാട്ടോ. ഇത് ചെറുതായാലും നല്ല മൂപ്പാന്ന് തോന്നും. കത്തി ഇറങ്ങണല്ലേ നോക്കി. അപ്പൊ നമ്മുടെ കുമ്പളങ്ങ അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. അത് വേവിക്കാൻ കുക്കറിലാണ് ചെയ്യണേ. സാധാരണ വെറുതെ വേവിക്കാം. അപ്പൊ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കുക്കറിൽ ചെയ്യണേ. ആവശ്യത്തിനുള്ള ഉപ്പിട, ഒരു 2 വിസിൽ. അത് വിസിലടിക്കട്ടെ കേട്ടോ. നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ പോവാം. ഇത് അരച്ചങ്ങോട്ട് പേസ്റ്റ് ആക്കണ്ട, ഒരു റവ പ്രായത്തില് കേട്ടോ. ഇതുപോലെ. അപ്പൊ പച്ചമുളക് എരിവനുസരിച്ച് ഇടാം. എരിവ് കുറവാണ് ഇതിന് വേണ്ടേ. ഇതിന് എരിവേ നല്ല കുറവാണ്, വെറുതെ വലിച്ചു വാരി തിന്നും അങ്ങനത്തെ ഒരു കറിയാണ്. പിന്നെ ഇതാ ഒരു സ്പൂൺ, ഒരു സ്പൂൺ അരി, പിന്നെ നമ്മുടെ പുളി,
ഇതാ അതൊരു 3 കുരു ഉണ്ടാവും. ഞെക്കി നോക്കിയാ കുരു ഉണ്ടോന്ന് തോന്നുന്നു. നോക്കിട്ട് ഇല്ല, ഇതേപോലെ ഒരു കുരു കൂടി എടുത്താൽ മതി. ഒരു 4-5 കുരുകളുണ്ടോ? 4-5 ഒരു 4 കുരുവിൻ്റെ അടുത്തുള്ള പിന്നെ ഒരു നാളികേരം അതിട്ടോ, ഒരു ഇത്തിരി ജീരകം, പിന്നെ നമ്മുടെ നാളികേരം. ഇത് നാളികേരം കുറവ് മതി കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യുക, അതൊരു 3/4 ഭാഗം അരച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൽ എന്തിടാം? കടുക്. അതും പിടിച്ചോ. ഇത്ര മതി കേട്ടോ. ഇത് 3/4 ഭാഗം അരച്ച് കഴിഞ്ഞിട്ട് ഇത് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അരച്ച് കൊണ്ടേക്കണ കണ്ടില്ലേ, റവ പോലെ. അപ്പോൾ ഇത് 2 വിസിലടിച്ചു, എയറൊക്കെ പോയി. ഇതേ കുമ്പളങ്ങ ആവശ്യത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ അരപ്പ് അതിലിടാം. പണി സിമ്പിൾ പണി. അത് ഇത്തിരി വെള്ളം എടുത്തേക്കും. ഇതിൽ തൈര, മോരോ, വെണ്ണയോ ഒന്നും ഇല്ല കേട്ടോ. ആ പുളിയല്ലേ, പുളിയാണ് ഇതിന് വേണ്ടി എല്ലാത്തിനും. നമ്മളിവിടെ തൈരൊക്കെ ചേർക്കും. ഇത്തിരി വെള്ളം ഇടണം കേട്ടോ. അത് വേണ്ട. ഇത്തിരി വെള്ളം വേണ്ടേ? കുറച്ച് നന്നായി തിളച്ച് വാസന വരുന്നുണ്ട് അവിടുത്തെ. നന്നായിട്ട് തിളക്കിയിട്ട് ഉപ്പ് നോക്കണം. അപ്പം നമുക്ക് ഇതിനൊരു ചെറിയ താളിപ്പുണ്ട്, അത് റെഡിയാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. തട്ടിപ്പോണതാ. ഒരു 2 ഇതിലത്തെ കറിവേപ്പില, കുറച്ച് മതി. ഇവിടെ നന്നായി തിളക്കിണ്ട്. ചെറുതാക്കിയിട്ടുണ്ട്. അത് ചൂടായ അപ്പോൾ എണ്ണ ചൂടായി. അപ്പോൾ കടുകൊക്കെ പൊട്ടി തുടങ്ങി. ഇനി നമുക്ക് കറിവേപ്പില ഇടാം. ഞാൻ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയുള്ള ഇതിൻ്റെ പണി. അടിപൊളിയായി. അപ്പോൾ ഗ്യാസ് റെഡി ആയിട്ടുണ്ട്. ഓഫ് ചെയ്യണം. അതെ. അപ്പോൾ നമ്മുടെ മഞ്ചേശ്വരത്തെ അനന്തേശ്വര ടെമ്പിളത്തെ ബ്രാഹ്മണ ഭോജനത്തിനുള്ളൊരു വിഭവമാണ് ഇത് കേട്ടോ. അടിപൊളി. അവിടുത്തെ ടേസ്റ്റ് വന്നില്ലേ? മതി. ഇതൊന്ന് വെച്ച് അത് വേണം. കഴിയുമ്പോഴാണ് അതിനൊരു അടപ്പുണ്ട്, അടച്ചങ്ങോട്ട് മാറ്റി. അപ്പൊ ഇതെല്ലാവരും കണ്ടല്ലോ. അതെ, ഇനി അവിടെ പോയി കഴിഞ്ഞാൽ ഇത് കിട്ടും. കഴിക്കുമ്പോൾ ഞങ്ങൾ ഓർക്ക പോയവർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അതെ, മിക്ക തവണ ഉണ്ടാവും ഇതവിടെ. അതെ. അപ്പം അതിൻ്റെ പണി കഴിഞ്ഞു. ഇനി ഇതെല്ലാവരും ചെയ്ത് നോക്കാം. ഇതിൻ്റെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ പറയാം. കഴിച്ചവരുണ്ടെങ്കിൽ അതും പറയാം.